ജീവിതത്തിൽ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ ക്ലേശങ്ങളോ അവൻ വരുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം ശരിയല്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കഥാവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതയാമത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 2 ചിന്തകളാണ് അതിനകത്തുള്ളത്. ഒന്ന്, പിന്മാറിപ്പോകുന്നവൻ്റെ അവസ്ഥയും. 2, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ, അതായത് ദൈവം അവനെ എങ്ങനെയാണ് അനുഗ്രഹിച്ചതിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവിനെ അറിഞ്ഞ് രക്ഷിതാവായി സ്വീകരിച്ച് അതിനുശേഷം അവൻ അനുഗ്രഹങ്ങളും നന്മകളും വാഗ്ദത്തങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയൊക്കെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു മേഖലയിൽ അവൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ ക്ലേശങ്ങളോ അവൻ വരുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ മാർഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റി ഒഴിഞ്ഞു പോയാൽ, പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അവനെ രക്ഷിക്കുവാൻ വേറെ ഒരു മാർഗവും ഇല്ലെന്ന് പൗലോസ് 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതിന് പൗലോസ് ഒരു ഉപമ പറയുന്നുണ്ട്. ഉപമ ഇങ്ങനെയാണ്, ഒരു കർഷകൻ കൃഷി ചെയ്തു, നല്ല മഴ കിട്ടി, അവന് അവസാനം അതിൻ്റെ ഫലം എന്ന് പറയുന്നത്, അവൻ നല്ലവണ്ണക്ക് കൃഷി ചെയ്ത് നല്ലവണ്ണക്ക് അധ്വാനിച്ച് അവൻ്റെ കൃഷിയുടെ ഫലം എന്ന് പറയുന്നത് ആനന്ദമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. 7-ാം വാക്യത്തിൽ പറയുന്നു. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്നാൽ അതിനകത്ത് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് ഉണ്ടായാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് കാരണവും ആകുന്നു എന്ന് പറയുന്നു. സ്തോത്രം. അത് പിന്നെ ചുട്ടുകളെ, അത് ആ കർഷകന് വലിയൊരു ദുഃഖത്തിലേക്കാണ് കടന്നു പോകാനായിട്ട്. അതുപോലെയാണ് പിന്മാറിപ്പോകുന്നവരുടെ അവസ്ഥ എന്ന് പൗലോസ് അവിടെ വ്യക്തമായി പറയുന്നു. 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, അബ്രഹാമിനെ എടുത്തിട്ട് ദൈവം പറയുകയാണ്, അവന് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ദൈവത്തെക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട്, ദൈവത്തെക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് തന്നെ വെച്ചുകൊണ്ട്, ദൈവത്തെ തന്നെ വെച്ചുകൊണ്ട് ദൈവം ഹല്ലേലൂയ അവനൊരാളെ ഇട്ടിട്ട് പറയുക, നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. 13-ാം വാക്യം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലായിരുന്നിട്ടും തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്നു. അതായത് അവന് ദീർഘക്ഷമയോടിരുന്നിട്ട്, ജീവിതത്തിൽ പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല, വേദനകളില്ലായിരുന്നിട്ടല്ല, ശോധനകളില്ലായിരുന്നിട്ടല്ല, അബ്രഹാം ജീവിതത്തിൽ ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നാളുകൾ കാത്തിരുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ, ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ കഴിഞ്ഞു എന്ന് ഹല്ലേലൂയ 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അബ്രഹാമിനെ ഹല്ലേലൂയ ഉദാഹരണമായി എടുത്തുകൊണ്ട് പൗലോസ് പറയും. ഇതുപോലെ നമ്മുടെ ജീവിത മേഖലയിൽ നമ്മൾക്ക് ദൈവം വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ അതിന് ഹല്ലേലൂയ വാഗ്ദത്തത്തിന് മുന്നിൽ നമ്മൾ ക്ഷമയോടെ അല്ലെങ്കിൽ ദീർഘക്ഷമയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാണെങ്കിൽ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുവാൻ, ദൈവം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവ് നമ്മളെ ഇടവരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.